മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചെലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രീമ എന്ന് പറയുന്ന പെൺകുട്ടിയോട് അവൾ മരിക്കുന്നതിന് തലേ ദിവസം പോലും അവളുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ചെയ്ത ക്രൂരത അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ചെറിയ ഒരു ദ്രോഹിയൊന്നും അല്ല അവൻ. എല്ലാം വിശദമായി നിങ്ങളോട് പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് തരിക. കൂടാതെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, തുടക്കത്തിൽ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു വേണം തുടങ്ങാനൊന്നുണ്ട്. ഈ ലവ് മാരേജ്, അറേഞ്ച് മാരേജ്, അതിലൊന്നും ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ മകളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പിൽ, ഇല്ലെങ്കിൽ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ നിങ്ങളോട് വന്ന് പറയുകയാണ്, ദാ അച്ഛാ അല്ലെങ്കിൽ അമ്മേ, ദാ ഈ ആളെ എനിക്ക് ഇഷ്ടമാണ്, ഒന്ന് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് പറഞ്ഞ് അവർ വരുന്നതിന് ആ ഒരു പോയിന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവന് സ്വത്തുണ്ടോ, അവന് നല്ല ജോലിയുണ്ടോ, ഇതൊന്നും അല്ല നോക്കാൻ പോകേണ്ടത്. ഇന്നത്തെ കാലത്ത് അതൊന്നും അല്ല നോക്കേണ്ടത്. അതിനു മുമ്പ് പ്രത്യേകിച്ച് ഈ അറേഞ്ച് മാരേജ് പരിപാടി എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ മകൾക്ക് നല്ലൊരു വരനെ തേടുമ്പോൾ അവൻ ശരിക്കും ഒരു പുരുഷനാണോ, അവന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് നോക്കാൻ പറ്റുമോ, ഇതാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആദ്യമേ. അതായത് കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിക്ക് 3 നേരം തിന്നാൻ കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റുമോ എന്നല്ല നോക്കേണ്ടത് സത്യം പറഞ്ഞാൽ. കാരണം ഇന്നത്തെ കാലത്ത് ആണ് പെണ്ണു ഒന്നൊന്നും ഇല്ല. പെൺകുട്ടികൾക്കും പണിയെടുത്ത് ജീവിക്കാം, ആൺകുട്ടികൾക്കും പണിയെടുത്ത് ജീവിക്കാം. ഒരു പുരുഷൻ പുറത്തു പോയി പണിയെടുത്ത് വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന പരിപാടി ദൈവത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അത് നോക്കി ചെയ്യരുത്. നിങ്ങളുടെ മകൾക്കും ഒരു ജോലി ഉണ്ടാവണം, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഒരിക്കലും കല്യാണം കഴിച്ച് പോകുമ്പോൾ അവൻ്റെ അടിയിൽ പോയി കിടക്കേണ്ട അവസ്ഥ വരരുത്. അതായത് അവൻ്റെ ചെലവിൽ കിടക്കേണ്ട അവസ്ഥ വരരുത്. അങ്ങനെയൊരു സ്ഥലത്തേക്ക് കെട്ടിച്ച് വിടരുത് മക്കളെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അവൻ ശരിക്കും ഒരു ആണാണോ, അതായത് അവന് ആണ് ആ ഒരു സെറ്റപ്പേ അവന് പറ്റത്തുള്ളൂ. അതല്ലാതെ ഒരു പെൺകുട്ടിയെ അവന് മനസ്സിലായല്ലോ ആ രീതിയിൽ കാണാൻ കഴിയുമോ എന്നും കൂടെ നിങ്ങളൊന്ന് തിരക്കണം. പ്രത്യേകിച്ച് അവൻ്റെ ഈ സെർച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കേണ്ട ആ അവസ്ഥയാണിന്ന്. കണ്ടല്ലോ ഒരു പാവം പെൺകുട്ടിയോട് അവൻ ചെയ്ത ക്രൂരത, 5-6 കൊല്ലം. അവന് നേരത്തെ അറിയായിരുന്നു അവന് പറ്റത്തില്ല, അവന് ആണുങ്ങളെ മാത്രമേ അങ്ങോട്ട് കയറത്തുള്ളൂ എന്ന് അവന് അറിയായിരുന്നു. എന്തിനാ പെൺകുട്ടിയുടെ ജീവിതം അവൻ തകർത്തു? എന്തിന്? ഇനി നമ്മുടെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരിക്കലും കാശ് നോക്കി കെട്ടിച്ചു വിടാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അവൻ മറ്റേ PhD കാരനാണ്, ഒരിക്കലും അത് നോക്കരുതേ. മനസ്സിലായോ? അവനൊരു ഉപദ്രവകാരിയാണോ? അതുപോലെ തന്നെ അവന് ഞാൻ നേരത്തെ പറഞ്ഞ പറ്റുമോ, എൻ്റെ മോളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമോ, നോക്കാൻ പറ്റുമോ അവന്? ഇതൊക്കെ ഒന്ന് നോക്കണേ. ഈ ഒരു കാര്യങ്ങളാണ് ഇന്ന് തിരക്കേണ്ടത്. അത് പറയേണ്ട അവസ്ഥ എത്തി. ഒരാണിന് കെട്ടിച്ചു കൊടുക്കുമ്പോഴും ആ ഒരു കാര്യം പറയേണ്ട അവസ്ഥ എത്തി. അവൻ ശരിക്കും ആൺ തന്നെയാണോ എന്ന് ഒന്ന് നോക്കേണ്ട അവസ്ഥയാണിന്ന്. എന്താണെങ്കിലും ഗ്രീമയുടെ ഒരു ബന്ധു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറയുന്നതിനകത്തുണ്ട്. മനസ്സിലായോ? ഞാനത് പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതൊന്ന് കണ്ടു തുടങ്ങാം. ഇനി അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളിൽ നിന്നും അറിഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ ഒരു ആൺ സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നിരന്തരമായി ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറി മണിക്കൂറുകളോളം ചിലവഴിക്കുന്നതും ഈ വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്നതുമായിട്ടും ഉള്ളത് ഉണ്ണികൃഷ്ണൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രീമ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ, മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഉണ്ണികൃഷ്ണൻ ഈ സൈറ്റിൽ മണിക്കൂറോളം ചിലവഴിച്ചതിൻ്റെ രേഖകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേട്ടല്ലോ നിങ്ങൾ? ആ പെൺകുട്ടി മരിക്കുന്നതിന് തലേ ദിവസം എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ടാണല്ലോ ഇവൻ മറ്റേ അവിടുന്ന് കുറ്റിയും പറിച്ചിങ്ങി പോകുന്നത്. ആ ഒരു ചടങ്ങിന് വന്നവൻ അന്ന് അവൻ്റെ ഭാര്യയും ഭാര്യയുടെ അമ്മയും ആട്ടിപ്പായിച്ച് വിട്ടതിന് ശേഷം അന്നും അവൻ്റെ പരിപാടി അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ചെറിയ മോമല്ലോ ആണോ അവനൊക്കെ? അപ്പോൾ ആ ദിവസം പോലും അവൻ്റെ സൈറ്റുകളിൽ കയറിയിരുന്ന് അവൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോടാണ് ഇപ്പോൾ ലവ് മാരേജ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കാരണം അത്യാവശ്യം ഈ സ്നേഹം, പ്രേമം ഒക്കെ ആ ഒരു പരിപാടിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം മനസ്സിലാവും. പെൺകുട്ടിക്കാണെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എന്താണെങ്കിലും കാണും.
അവൻ സ്ട്രെയിറ്റ് ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? ഇനി വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരുത്തൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് പുറകെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേമിച്ചെന്തായാലും നടക്കത്തില്ല. അവന് വേറൊരു സെറ്റപ്പാണുള്ളതെങ്കിൽ അവൻ അതിൻ്റെ പുറകെ പോകത്തേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പ്രേമവിവാഹങ്ങൾ അധികം പ്രോത്സാഹിപ്പിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ഒരു വിവാഹത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പേടിക്കാതിരിക്കാം. സീരിയസ്ലി എന്ന് വെച്ചിട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ അങ്ങ് മോളെ നോക്കും. പ്രേമവിവാഹമായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. എത്രയോ പ്രേമവിവാഹങ്ങൾ 1-2 വർഷം കഴിയുമ്പം പൊട്ടിപ്പോകും. എനിക്കറിയാം പേഴ്സണലി, നമുക്കുണ്ട് സുഹൃത്തുക്കൾ, പ്രേമമായിരുന്നു വർഷങ്ങളായിട്ടുള്ള, കല്യാണം കഴിച്ച് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും 2 വഴിക്ക്. അതുകൊണ്ട് പ്രേമവിവാഹം, അറേഞ്ച് മാരേജ് ഇതിലൊന്നും ഒരു കാര്യമില്ലടേ. പക്ഷേ അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഈ ഒരു കേസിലും കൂടെ നിങ്ങളൊരു കണ്ണ് വെക്കണം. അവനെപ്പറ്റി തിരക്കുമ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, അവൻ സിഗരറ്റ് വലിക്കുമോ, കള്ളു കുടിക്കുമോ, അവന് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ, ഇതൊക്കെ തിരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പുരുഷനാണോ എന്നും കൂടെ, ശരിക്കൊരാണാണോ, അങ്ങനെ തന്നെ ഞാൻ പറയും. ഈ ഒരു കൂട്ടത്തിനെ ഒന്നും എനിക്ക് എൻ്റെ കണ്ണിൽ കേട്ടോ, എനിക്ക് ഇവന്മാരെ ഒന്നും അടുപ്പിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെയൊക്കെ. പിന്നെ പറയാം അവരുടെ ഹോർമോണിലുള്ള പ്രശ്നമാണ്, അവരുടേതായിട്ടുള്ള പ്രശ്നമാണോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇവരെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ ശരിയാവില്ല എന്നുള്ളൊരു നിലപാടുകാരനാണ് ഞാനത് ഉറപ്പിച്ച് തന്നെ പറയും. എൻ്റെ ആ ഒരു നിലപാട് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. പക്ഷേ ഞാൻ എൻ്റെ നിലപാട് പറയും. എനിക്ക് അവരെ അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടാൻ താല്പര്യമില്ല. പിടികിട്ടിയോ? ആ പെങ്കൊച്ചിനോട് കണ്ടല്ലോ. നമുക്ക് ബാക്കി കാണാം, എന്നിട്ട് സംസാരിക്കാം. ഇനി ഉണ്ട് അത് ഞാൻ എല്ലാവരും വേണമെങ്കിൽ ആരുടെ മുമ്പ് വേണമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറുമാണ്. PhD നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവം അകലം പാലിച്ചു. ഈ സമയം പലയിടങ്ങളിലേക്കും സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചു. അയാൾ PhD പൂർത്തിയാക്കാൻ റാങ്ക് ഹോൾഡർ, IIT റാങ്ക് ഹോൾഡർ എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞത്. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു അവകാശതാബോധം, ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി പുള്ളിക്ക് ഒരു അവകാശതാബോധം ഉണ്ട്. അതിനുശേഷം വീട്ടുകാരുടെ പറച്ചിലിൽ നിന്നും ഈ ഗ്രീമയുടെ ഐശ്വര്യക്കുറവാണ് ഇവൻ്റെ പഠനം മോശമാകാൻ കാരണം. ഈ ഗ്രീമ വന്നതിന് ശേഷമാണ് അങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായിട്ട് ഒതുങ്ങി. ഇവൻ ഈ ആൺ സൗഹൃദങ്ങളിലോട്ട് പോകുന്തോറും അതിനൊരു റീസണായിക്കൊണ്ട് ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവൻ്റെ വീട്ടുകാർക്കും ഇത് അറിയാമായിരുന്നോ? എൻ്റെ സംശയം ഇപ്പോൾ അത്. ഇവൻ്റെ വീട്ടുകാർക്കും ഇവൻ ഈ സെറ്റപ്പ് ആയിരുന്നെന്ന് അറിയാമായിരുന്നോ? അറിഞ്ഞുകൊണ്ടാണോ ഈ പെങ്കൊച്ചിൻ്റെ തലയിലോട്ട് ഈ മോനെ എടുത്ത് വെച്ചു കൊടുത്തത്? അല്ല, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസം അനിയനൊക്കെ വന്നിട്ട് ചേട്ടനെ അങ്ങോട്ട് വാഴ്ത്തുന്നത് കണ്ടേ. ഇതൊക്കെ അറിയാമായിരുന്നോടാ മോനെ നിനക്ക്? ഇതൊക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നീയൊക്കെ അവനെ അങ്ങോട്ട്? അയ്യോ ചേട്ടൻ പാവം, ചേട്ടനങ്ങ് മാനസിക ബുദ്ധിമുട്ടാ ചേട്ടന്. ചേച്ചിയോട് പറഞ്ഞിരുന്നതാ നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന്. ഒത്തുപോവില്ലായിരുന്നു, അമ്മ മോളെ വിടത്തില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്തൊക്കെ. ആ പെങ്കൊച്ചിനെ അമ്മ ഇവൻ്റെ കൂടെ വിടായിരുന്നു, നന്നായി കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ആ അമ്മ മനഃപൂർവ്വം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുമായിരുന്നെന്ന്. ഇവൻ കൊണ്ടുപോകത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് വിത്ത് പ്രൂഫ്. ആ പെങ്കൊച്ച് പാസ്പോർട്ടൊക്കെ എടുത്തായിരുന്നു അവൻ്റെ കൂടെ പോകാൻ, അവൻ കൊണ്ടുപോയില്ല. എന്നിട്ട് പിന്നെ ആ പാവം അമ്മയുടെ തലയിൽ ഇട്ട് കൊടുത്തു, അമ്മ വിടാഞ്ഞിട്ടാണ്. എടാ മോനെ അനിയ, അല്ലെങ്കിൽ ഇവൻ്റെ കുടുംബക്കാരോടാ ഇവൻ ഇങ്ങനത്തെ ഒരുത്തനായിരുന്നെന്ന് അറിയാമായിരുന്നോ? അല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ശിക്ഷ കിട്ടണം. അത് ചിലപ്പോൾ പറയത്തില്ല നമ്മൾ ദൈവം കൊടുക്കുമെന്ന്, കിട്ടുമായിരിക്കും. മനസ്സിലായോ? ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം തകർത്തു, അവളുടെ ജീവനില്ലാതെയാക്കി. ഇതിൽ നിങ്ങളെല്ലാവരും ഉത്തരവാദികളാണ്. ഇവൻ ഈ പരിപാടി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ. ഇവൻ ഈ കൂടെ 25 ദിവസം നിന്നിട്ട് പിന്നെ പോയി 6 വർഷം തിരിഞ്ഞ് നോക്കിയില്ല എന്ന് കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ടും ഞാൻ ഇങ്ങനൊരു സംഗതികളോട് ഞാൻ ചിന്തിച്ചു പോയില്ല. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിച്ചില്ലേ അതായിരിക്കത്തില്ല. ഈ സ്വർണവും പണവും ഒക്കെ അവന് കുറച്ചുകൂടെ ആക്രാന്തം മൂത്ത് മറ്റേ വേറെ സെറ്റപ്പ് പറയുമല്ലോ, അവന് വേറെ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ അമ്മയും അവളും അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ടാണ് ഒരു ആത്മഹത്യ കുറിപ്പിൽ അവർ അങ്ങനെയൊക്കെ എഴുതി വെച്ചത്. അതായത് ഇവൻ ഈ സ്വർണവും പണവും ഒക്കെ ചോദിച്ചു കാണും, കുറച്ചുകൂടെ പൈസ എനിക്ക് വേറെ ആളെ കിട്ടുമെന്നൊക്കെ, ചുമ്മാ ഒരു റീസൺ. മനസ്സിലായോ? അവൻ്റെ വീട്ടുകാരുടെ ഫ്രണ്ടിൽ കണ്ണിപ്പൊടിയിടാനും ബാക്കി എല്ലാവരുടെയും നാട്ടുകാരുടെ ഫ്രണ്ടിലും കണ്ണിപ്പൊടിയിടുക, അതിനു വേണ്ടിയിട്ട് അവൻ പറഞ്ഞതാ. കാരണം അവനൊരു ഗുണ്ടനാണെന്ന് എല്ലാവരും പറഞ്ഞ നാണക്കേടാണല്ലോ ഇങ്ങനെയുള്ളവന്മാരുടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവനൊരു ഗുണ്ടൻ ആയതിൽ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നെങ്കിൽ, ഒരു പോടാ ഞാൻ അങ്ങനെയാ എന്നുള്ളൊരു മൂടായിരുന്നെങ്കിൽ ഇവന് ധൈര്യമായിട്ട് എല്ലാവരോടും തുറന്നു പറയാമായിരുന്നു. ഇവൻ ഒരിക്കലും ഈ സ്വർണം കുറഞ്ഞു പോയി, പണം കുറഞ്ഞു പോയി, അവൾ മോഡേൺ അല്ല, ഈ സാധനം പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ നാണക്കേട്. അയ്യോ ഞാൻ ഇങ്ങനെയാണ്,
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ളവന്മാരെ താല്പര്യമില്ല. പിടികിട്ടിയോ? അവന്മാർക്ക് അതങ്ങോട്ട് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ചിലവരുണ്ട് സമ്മതിക്കും, പക്ഷെ ഇവനെ പോലുള്ളവർ കണ്ടില്ലേ, ഒരാളുടെ ജീവൻ അങ്ങെടുക്കും സമ്മതിക്കുന്നതിന് വരെ, നാണക്കേട് പേടിച്ച്. നമുക്ക് ബാക്കി കേൾക്കാം. മകളോട് അമ്മയ്ക്കുള്ള സ്വാഭാവിക വാത്സല്യമാണ് സജിത ഗ്രീമയോട് പ്രകടിപ്പിച്ചിരുന്നത്. ഏതൊരമ്മയ്ക്കും ഒരു മകളുടെ അടുത്ത് ഉള്ള ഒരു സ്നേഹം എന്നും എല്ലാ അമ്മമാർക്കും കാണുമല്ലോ. ഇപ്പോൾ പുള്ളിയുടെ അമ്മയ്ക്ക്, ഉണ്ണിയുടെ അമ്മയ്ക്ക് ഉണ്ണിയെടുത്തൊരു സ്നേഹം കാണും. അത് കണക്ക് ഗ്രീമയുടെ അമ്മയ്ക്കും ഗ്രീമയെടുത്തൊരു സ്നേഹം കാണും. അച്ഛനും കാണും, സഹോദരങ്ങൾക്കും കാണും. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു. ഈ ഉണ്ണി അവളെ അയർലൻഡിൽ കൊണ്ടുപോകാൻ സമ്മതമായിരുന്നു. അമ്മ വിട്ടില്ലെന്നാണ് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ അവൾ ഈ ഒരു പാസ്പോർട്ട് നമ്മളെ കയ്യിലുണ്ട്. നിശ്ചയം കഴിഞ്ഞ് 19/7/2019 പാസ്പോർട്ട് എടുത്ത് പോകാൻ വേണ്ടി കാത്തിരുന്ന ഒരു കുട്ടിയാണിത്. ആ കുട്ടിയാണ് അവർ പറയുന്നത് അമ്മ വിട്ടില്ല, പോയില്ല. ഒരു പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്, കല്യാണം കഴിച്ച കുട്ടി. അമ്മ വിട്ടില്ല, പോയില്ല എന്ന് പറയണത് ഇത് സ്കൂളിലെ കഥകളൊന്നും അല്ലല്ലേ. വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിയ ഉണ്ണികൃഷ്ണൻ പലതവണ നാട്ടിലെത്തിയെങ്കിലും ഗ്രീമയെ കാണാതെ ബോധപൂർവം മടങ്ങി. എന്തിനാണ് അവനങ്ങനെ ബോധപൂർവം ആ പെൺകൊച്ചിനെ കാണാതെ മടങ്ങിയത്? കേട്ടല്ലോ. പിന്നെ ആ പെൺകുട്ടി നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചതാ. അവൻ കൊണ്ടുപോയില്ല. എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയി കഴിഞ്ഞാൽ അറിയത്തില്ലേ ഭാര്യ? ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരറിയും, അവൻ്റെ വീട്ടുകാരറിയും അവനൊരു കൂവാണെന്നുള്ള കാര്യം. മനസ്സിലായോ? അതുകൊണ്ട് അവൻ മാക്സിമം എല്ലാം ആ പെൺകൊച്ചിൻ്റെ അമ്മയുടെ, മരിച്ചുപോയ ആ സ്ത്രീയുടെ തലയെ കൊണ്ടങ്ങ് വെച്ചു. അവർ കാരണമാണ്, അവർ മോളെ വിട്ടില്ല. അല്ലാതെ അവന് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവ് കെട്ടവൻ. അതാണ് ഉണ്ണികൃഷ്ണൻ. അവൻ്റെ മോന്തായം കാണുമ്പോഴേ അറിയാം, ഒരു അവലക്ഷണം പിടിച്ച ഒരു, പറയുന്നത് ശരിയല്ല ഒരാളുടെ ഫേസ് നോക്കിയിട്ട്, പക്ഷേ എന്നാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പറഞ്ഞു പോകും. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് അവൻ എടുത്തത്, അല്ലേ? അവൻ്റെ അഭിമാനം നോക്കി. ഇപ്പം തീർന്നല്ലോ, ഇപ്പം അഭിമാനം എല്ലാം തീർന്നു കിട്ടി. സ്വന്തം ഭാര്യ ഇല്ലാതാക്കിയവൻ എന്നുള്ള പേരുമായി, ആജീവനാന്തേക്കുള്ളയായിട്ടുണ്ട്. ഇനിയും റോട്ടിലൂടെ ഇറങ്ങി ഇനി എവിടെ ഇവനെ കണ്ടാലും എടാ ഊ എന്ന് വിളിക്കുന്ന 2 പേര് കാണും. നിങ്ങൾ അതൊക്കെ വിടൂ. തലേ ദിവസം, അവർ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവൻ്റെ ബന്ധുവിൻ്റെ മരണാനന്തര കർമ്മത്തിന് വന്നിട്ടു അവൻ അന്ന് രാത്രിയിലും ഇരുന്നവൻ. ബാക്കി കേൾക്കാം നമുക്ക്. ഒരു ഫോൺ സന്ദേശത്തിലൂടെ പോലും സുഖവിവരം ആരാഞ്ഞിരുന്നില്ല. ഗ്രീമയുടെ അച്ഛൻ ഒരു 3 മാസം മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ചേച്ചിയും മകളും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവർ ഒരു റിലാക്സിന് വേണ്ടി ഈ ഫെബ്രുവരി 6-ന് ഗ്രീമയുടെ ബർത്ത്ഡേ ആണ്. ഇവർ 14 എൻ്റെ കസിൻസ് എല്ലാ ലേഡീസാണ്. 14 പേര് ഇവർ മദ്രാസിൽ പോകാൻ വേണ്ടി ഇൻഡിഗോ ഫ്ലൈറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത്, ഈ മോളാണ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത്, അവിടെ റൂമും ബുക്ക് ചെയ്ത്, അവിടെ ട്രാവലറും അറേഞ്ച് ചെയ്ത്, ക്ഷേത്രങ്ങളിൽ പോകേണ്ട പ്ലാനും എല്ലാം തയ്യാറാക്കി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മോളാണ്. ഇവർ 2 പേരും, ചേച്ചിയും മകളും, ഇതിന് യാത്ര പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഉണ്ണിയുടെ ബന്ധുവിൻ്റെ മരണവും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളും ആണ് ഈ മരണത്തിന് മെയിനായിട്ട് കാരണമായത്. അവളുടെ അച്ഛൻ മരിച്ച് ഇവൻ നാട്ടിൽ വന്നിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഇവൻ ആദ്യമായിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു കോള് പോലും ഇവൻ ഇന്ന് വരെ ആ കുട്ടിയെ ചെയ്തിട്ടില്ല. കേട്ടല്ലോ നിങ്ങൾ. ബാക്കി ഞാൻ കേൾപ്പിക്കാം. അവളുടെ അച്ഛൻ, ഗ്രീമയുടെ അച്ഛൻ 3 മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത്. അവനൊരു വിളി, അതിനുശേഷം നാട്ടിൽ വന്നു. എന്നിട്ട് പോലും ആ പെൺകുട്ടിയെ വിളിച്ചിട്ടൊന്ന് സമാധാനിപ്പിക്കുക. പേടിയാ അവനെ. എങ്ങാനും ഇനി സമാധാനിപ്പിക്കാൻ ഒരു ദിവസത്തേക്ക് അവളെ വീട്ടിലോട്ട് വിളിച്ചാലോ അല്ലെങ്കിൽ കൂടെ പോയി അന്ന് നിന്നാലോ, ഇത്രയും വർഷമായില്ലേ, ആർക്കാണെങ്കിലും ഒന്ന് സംശയം വരും. ഇവനെന്താ ഒന്ന് തൊടുക പോലും ചെയ്യാത്ത? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 25 ദിവസം ഓക്കെ, കല്യാണം കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ ഒരു ചടപ്പൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു കാണും. പക്ഷെ അതിനുശേഷം വർഷങ്ങൾക്ക് ഇപ്പുറവും ഒന്ന് കാണുമ്പോൾ എന്ത് ഇവൻ എൻ്റെ അടുത്തോട്ട് വരാത്തെ എന്നൊരു ചോദ്യം ആ പെൺകുട്ടിയുടെ മനസ്സിൽ വരും. ഓഫ്കോഴ്സ് മനസ്സിലാവും ഇവൻ എന്താണെന്നുള്ളത്. അത് പേടിച്ചിട്ടായിരിക്കാം ഇവൻ വിളിക്കാതെ അങ്ങോട്ട് ചെല്ലാതെ ഇരുന്നത്. എന്നാൽ ആ സമയത്തിന് മര്യാദയ്ക്ക് ആ പെൺകൊച്ചിനെ വിളിച്ചിട്ട് മോളെ എനിക്ക് പറ്റുന്നില്ല, ഇത് സംഗതി ഇങ്ങനെയാണ്, ഞാൻ വേറെയാ എന്നങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ, പച്ചയ്ക്ക് അതിനോട് പറഞ്ഞായിരുന്നെങ്കിൽ അതിന് കാര്യം മനസ്സിലാവത്തില്ലായിരുന്നു. അത് അതിൻ്റെ കാര്യം നോക്കി പോകത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അത് അതിൻ്റെ കുടുംബക്കാരോട് പറയുമ്പോൾ അവരാണെങ്കിലും ഈ പെൺകുട്ടിയെ അതിനകത്തൊന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുപോയേനെ. അവൻ്റെ അഭിമാനം നോക്കിപ്പോയതാ, അവൻ അഭിമാനം നോക്കി. ചുന്ദരകില്ലാടി. ആ പെൺകുട്ടി അടുത്ത് തന്നെ ഒരു വീട്ടുകാരും ഒക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ടൂറിന് പോകാനിരുന്നതാ, ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തതാ, എല്ലാം പോയി. ഒരൊറ്റ ദിവസം ആ ഒരു ബന്ധുവിൻ്റെ അവിടെ ഇവർ ചെന്നു. അവൻ അവിടെ വെച്ച് അവരോട് അപമര്യാദയായിട്ട് പെരുമാറി. മനസ്സിലായോ? വായിക്കൊള്ളാത്തത് പലതും വിളിച്ചു പറഞ്ഞു.
ആ ഒരൊറ്റ സങ്കടത്തിൽ. ചില സമയത്ത് നമ്മൾ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. അനുഭവമുണ്ട്. ഇപ്പം നമ്മളതൊരു ഒന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല പറയുന്നത്, പക്ഷെ അത് ചില ആളുകളെ ഹിറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, അത് ഭയങ്കര ബാഡായിട്ടായിരിക്കും. ഇത് ഒരുപാട് ആൾക്കാരുടെ, ഇത് ഞാൻ പേഴ്സണലി ഉള്ള കാര്യമാണ് പറഞ്ഞു. എനിക്കൊക്കെ പേഴ്സണൽ അനുഭവമുള്ള, പേഴ്സണലായിട്ട് നമ്മൾ ഒരാളോട് പറയുന്നത് അയാൾക്ക് ഹിറ്റാവുന്ന വേറെ പല രീതിയിലാണെന്ന് പിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, തെറ്റുപറ്റി പോയിട്ടുണ്ട്. പക്ഷെ ഇത് അവൻ ചെയ്തത് ഒരുപാട് ആളുകളുടെ മുമ്പിൽ വെച്ചാ. പിടികിട്ടിയോ? അപ്പോൾ അത് എന്തോരം വലിയ തെറ്റായിരിക്കും. അതെങ്ങനെയായിരിക്കും അവരെ അങ്ങ് ഇല്ലാതാക്കി കാണും. മനസ്സിലായോ? നമുക്ക് ബാക്കി കേൾക്കാം. 5 വർഷമായിട്ട് ഒരു മെസ്സേജ്, വാട്സപ്പിൽ പോലും ഒരു മെസ്സേജ് പോലും ഇവൻ ആ കുട്ടിക്ക് അയച്ചിട്ടില്ല. ഒരു ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടില്ല. 1 രൂപ ആ കുട്ടിയുടെ ആവശ്യത്തിനും ചിലവിനും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അവർ തെളിവ് കാണിക്കട്ടെ, അവർ പറയുന്ന എല്ലാം അംഗീകരിക്കാം. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയ സമയം ഉണ്ണികൃഷ്ണൻ അമ്മയ്ക്കും മകൾക്കും താങ്ങാനാവാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് വിവരം. ചേച്ചൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവരിങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, ഇവരെ വരുന്നതിനെ പറ്റി അവിടെ പറ്റി കുറ്റം പറയുകയും പല കാര്യങ്ങളും അവിടെ മണ്ണ വിട്ട് വെച്ച് ഇവരെ അപമാനിച്ച് ഇറക്കി വിട്ടതായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ, മതിയല്ലോ അല്ലേ? കൂടുതൽ ഞാൻ ഇനി കേൾപ്പിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഇതൊക്കെ പറഞ്ഞതാണ്. ഈ ഒരൊറ്റ കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതായത് അവർ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും അവൻ്റെ ആനന്ദം അവൻ കണ്ടെത്തി. മനസ്സിലായോ? ആ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് 200 പവനിൽ മേളിൽ മേടിച്ചിട്ടുണ്ട്. കൂടാതെ പൈസയും സ്വത്തുക്കളൊക്കെ ഒരുപാട്. ഇത്രയൊക്കെ മേടിച്ചിട്ടും ഒരു തവണയെങ്കിലും ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ്, ഒരു ബർത്ത്ഡേ വിഷ്, അറ്റ്ലീസ്റ്റ് ഭാര്യ എന്നൊരു നിലയ്ക്ക് എന്തെങ്കിലും ഒരു പൈസ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് കൊടുക്കാത്ത ഇവനെ ന്യായീകരിക്കാൻ ഇവൻ്റെ കുടുംബക്കാരിറങ്ങിയാൽ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തെളിവ് കാണിക്കുക, പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ട് അവളോട്, എന്നിട്ടും പിടിച്ചു നിർത്തിയതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവൻ്റെ ഭാഗത്തോട്ട് നോക്കാം. അതല്ലാതെ ആ മോനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞ പോലെ അറേഞ്ച് മാരേജ്, ലവ് മാരേജ് വരുമ്പോൾ ഈ ഒരു സാധനം, കല്യാണത്തിന് ശേഷം സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കിട്ടണ്ടേ മകൾക്ക് നിങ്ങളുടെ? അത് കൊടുക്കാൻ പറ്റാത്തവൻ ഒരിക്കലും ഒരു ലവ് മാരേജ് പരിപാടിക്ക് നിൽക്കത്തില്ല, മോളും നിൽക്കാൻ ചാൻസ് ഇല്ല. മനസ്സിലായോ? പക്ഷെ അറേഞ്ച് മാരേജ് എടുക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇനി ശ്രദ്ധിക്കുക എല്ലാവരും. അതാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.